ജി, മൈ ജി, എൻ്റെ സ്വന്തം ജി. ബൈജു മല്ലപ്പള്ളിയുടെ മറ്റൊരു കഥ. ജി എന്ന ആംഗലേയ അക്ഷരമാലയിലെ 7ാമത്തെ അക്ഷരം. ഞാൻ ആംഗലേയ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയത് 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ജി ഫോർ ജിറാഫ്, G for grape, G for guitar, G for gorilla, G for green, G for grass, G for goat എന്നിങ്ങനെ ചൊല്ലിയിട്ടേ പോരാം. എന്നാൽ എൻ്റെ ഈ 53ാമത്തെ വയസ്സിൽ G for ഗുരു, G for ഗീത അലിയാസ് ഭഗവത്ഗീത, ഓർ G for ഗായത്രി മന്ത്ര എന്നൊക്കെ പറയുവാനും ചൊല്ലാനുമാണ് എൻ്റെ വയസ്സും പ്രായവും അറിവും ജ്ഞാനവും എല്ലാം പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ രണ്ടുമല്ല ജി എന്ന ശീർഷകത്തിൻ്റെ, എൻ്റെ ഈ കഥയുടെ ശീർഷകത്തിൻ്റെ ഉദ്ദേശം. പൊറോട്ട മാവ് കുഴച്ച് അടിച്ച് പരത്തി നീട്ടുന്നത് പോലെ ഞാൻ എൻ്റെ വായനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എൻ്റെ നായികയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. സുലോചന ജി കൃഷ്ണൻ. 1957 ലോകത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭൂരിപക്ഷ ജനഹിത വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്നു. 1954 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ സർക്കാരും കൂടിയാണത്. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും പ്രഗത്ഭന്മാരും അതത് വകുപ്പുകളിൽ പ്രാവീണ്യമുള്ളവരും വിദ്യാസമ്പന്നരുമായ ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ശ്രീ മുണ്ടശ്ശേരി പങ്കെടുക്കുന്ന ഒരു പരിപാടി കീഴ്വായ്പൂർ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്നു. ശ്രീ മുണ്ടശ്ശേരി തന്നെയാണ് സമ്മാനദാനവും നടത്തുന്നത്. അപ്പോൾ സുന്ദരിയായ ഒരു പാവാടക്കാരി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത് തെല്ല് അസൂയയോടെയാണ് ശിവരാമൻ നോക്കിക്കണ്ടത്. കാരണം തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ പാവാടക്കാരി സാഹിത്യകാരൻ കൂടിയായ ശ്രീ മുണ്ടശ്ശേരിയുടെ കയ്യിൽ നിന്നും പുസ്തകങ്ങൾ സമ്മാനമായി വാങ്ങിക്കൂട്ടിയത്. പിന്നീട് കല്ലൂപ്പാറയിലും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും വെച്ച് നടന്ന മത്സരവേദികളിലെല്ലാം ഇതേ പെൺകുട്ടിയെ കാണാനിടയായി. വിധി വൈപരീത്യമോ വിധിയുടെ വിളയാട്ടോ എന്നറിയില്ല. കാലങ്ങൾക്കപ്പുറം തൻ്റെ ജ്യേഷ്ഠന്മാരിൽ ഒരാളുടെ കരം പിടിച്ച് കുന്നത്ത് വീടിൻ്റെ പടികൾ കയറി തിരുമുറ്റത്ത് കാലുകുത്തിയതും അതേ പെൺകുട്ടിയായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്ന ചെല്ലപ്പൻ്റെ സഹധർമ്മിണിയായി സുലോചന ഗോപാലകൃഷ്ണൻ എന്ന സുലോചന ജി കൃഷ്ണൻ്റെ കഥ ഇവിടെ തുടങ്ങുന്നു. പിന്നീട് ടെലഫോൺ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ സഹപ്രവർത്തകർ ഏറെ സ്നേഹത്തോടെ സുലോചന ജി കൃഷ്ണനെ ജി എന്ന് വിളിച്ചു പോന്നു. അതാണ് ജി, മൈ ജി, എൻ്റെ സ്വന്തം ജി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ വർഷത്തെ ഓണ അവധിക്കാലം. എല്ലാ അവധിക്കാലവും പോലെ മല്ലപ്പള്ളിയിൽ നിന്നും ഞാനും അമ്മയും ചെങ്ങന്നൂരിലേക്ക് യാത്ര തിരിച്ചു. യാത്രകൾ അത് ചെറുതോ വലുതോ എന്തുമായിക്കൊള്ളട്ടെ, പഞ്ചഭൂതങ്ങൾ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന നിമിഷങ്ങളാണ് ഓരോ സഞ്ചാരവും എനിക്ക്. മല്ലപ്പള്ളിയിൽ കുന്നത്ത് വീടിൻ്റെ താഴത്തെ റോഡിൽ തന്നെ ദേവി ട്രാവൽസ്, ജവാൻ തുടങ്ങിയ പ്രൈവറ്റ് ബസ്സുകൾ ചെങ്ങന്നൂരിന് നേരിട്ടുണ്ട്. ആ ബസ്സുകളെല്ലാം തന്നെ ഞങ്ങളുടെ പടിക്കൽ നിർത്തി ഞങ്ങളെ കയറ്റാറുമുണ്ട്. ചെങ്ങന്നൂരിൽ ചെന്നെത്തുന്നത് അമ്മയുടെ തറവാടായ കണിപ്പറമ്പിൽ എന്ന തറവാട്ടിലായിരിക്കും. അറയും നിറയും
നിരയും നിലവറയും ഒക്കെയുള്ള വലിയ വീട്. മറ്റൊരു വീട് കൂടിയുണ്ട് അങ്ങാടിക്കൽ ദേശത്ത് മൂലപ്പടവ് എന്ന ഗ്രാമത്തിലുള്ള വടക്കേ വീട് എന്ന വിളിപ്പേരുള്ള പഞ്ചവടിയാണത്. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ സാവിത്രി അമ്മയും കുടുംബവുമാണ് അവിടെ താമസം. ഇപ്പോൾ അത് കൊച്ചുഗോപാലസ്വാമിയുടെ വീടെന്നറിയപ്പെടുന്നു. കർമ്മ ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നിരവധി ആളുകൾ ആ വീടിന് ചുറ്റും എപ്പോഴും ഉണ്ടാകും. ഒരു ആറാട്ടിൻ്റെ പ്രതീതിയാണ് അന്ന് പഞ്ചവടിയിൽ എപ്പോഴും. ഓണാവധിക്കാലമായതുകൊണ്ട് മറ്റൊരു വിശിഷ്ട കുടുംബം കൂടി പഞ്ചവടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മൈജി, എൻ്റെ സ്വന്തം ജിയും കുടുംബവുമാണ്. സുലോചന പേരമ്മയും എള്ളപ്പൻ പേരപ്പനും മനോജേട്ടനും വിനോദേട്ടനും എല്ലാവരും ഉണ്ട്. അങ്ങനെയിരിക്കെ എനിക്കൊരു ന്യൂസ് കിട്ടി. സാവിത്രി അമ്മയും കുടുംബവും എൻ്റെ മൈജിയും കുടുംബവും ഒരു തീർത്ഥയാത്ര പോകുന്നു. ഗുരുവായൂർ, പളനി, മധുര. എന്നിലെ അന്വേഷണ കൗതുകിയായ യാത്രികൻ ഉണർന്നു. എനിക്കും പോകണം ഈ തീർത്ഥയാത്രാ സംഘത്തോടൊപ്പം. നടപ്പില്ല എന്ന് 100% ഉറപ്പുള്ള കാര്യം. പക്ഷേ തൻ്റെ ഇച്ഛാശക്തി അതിതീവ്രമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ ഞാൻ ഓർത്തു പോകുന്നു. ഞാൻ ആദ്യമേ എൻ്റെ അമ്മയുടെ അടുക്കൽ ഇത് അവതരിപ്പിച്ചു. അമ്മ പറ്റില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികം. അടുത്തത് സാവിത്രി അമ്മയുടെയും ചെല്ലപ്പൻ പേരപ്പൻ്റെയും ഒക്കെ അടുത്ത് ചെന്ന് തീവ്രമായ എൻ്റെ ആഗ്രഹം അറിയിച്ചു. ഒട്ടും അനുകൂലമല്ലാത്ത മറുപടി മാത്രം. തികച്ചും സ്വാഭാവികം. അങ്ങനെ ഞങ്ങളെല്ലാവരും, എന്ന് വെച്ചാൽ സാവിത്രി അമ്മയും കുടുംബവും മൈജിയും കുടുംബവും പഞ്ചവടിയിൽ നിന്ന് വലിയ വീട്ടിലേക്ക് വന്നു. അവിടെ നാരായണ ശാസ്ത്രി എന്ന് പറയുന്ന എൻ്റെ അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പനെ കണ്ട് യാത്ര പറയുവാനാണ് അവർ വരുന്നത്. ഇത് എൻ്റെ 19ാമത്തെ അടവ് പ്രയോഗിക്കാനുള്ള സമയമായിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ 19ാമത്തെ അടവ് പുറത്തെടുത്തു. കരഞ്ഞ് നിലവിളിച്ച് പ്രശ്നമുണ്ടാക്കി. അപ്പോൾ മൈജി, എൻ്റെ സ്വന്തം പറഞ്ഞു, അവനെ കരയിക്കണ്ട, അവൻ കൂടെ വന്നോട്ടെ. ആ അമ്മ മനസ്സ് എൻ്റെ വേദന മനസ്സിലാക്കി. ഒരു കള്ളച്ചിരിയോടെ എൻ്റെ ജിയെ ഞാൻ കെട്ടിപ്പിടിച്ചു. എൻ്റെ അമ്മയുടെ ശകാരവും കുറ്റം പറച്ചിലും തുടർന്നു. ഈ ചക്കൻ എന്തിൻ്റെ കേടാ? 2 അടി കൊടുക്കണം. 2 തുണിയെ കൊണ്ടുവന്നിട്ടുള്ളൂ കൊടുക്കാൻ. അവിടെയും എൻ്റെ എന്നെ രക്ഷയ്ക്ക് വരുന്നു. അതൊന്നും സാരമില്ലടി. ഞാൻ അതീവ സന്തോഷവാനായി. സാവിത്രി അമ്മയും കുടുംബവും മൈജിയും കുടുംബവും കൂടെ ഏച്ചു കെട്ടിയതുപോലെ ഞാനും. ഞങ്ങളുടെ ഒപ്പം വേറൊരു കഥാപാത്രം കൂടിയുണ്ട് യാത്രയിൽ. അക്ക എന്ന് വിളിപ്പേരുള്ള ഒരു പ്രായമേറിയ സ്ത്രീയാണ്. അവർക്കെന്തോ ഒരു തമിഴ് പാരമ്പര്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വാമിയുടെ പരികർമ്മിയാണ്. അവരുടെ തൊണ്ടയിൽ ഒരു മുഴയുണ്ട്. അത് കാണുമ്പോഴെല്ലാം കാളകൂട വിഷം വിഴുങ്ങിയ പരമശിവൻ്റെ കഥ എനിക്ക് ഓർമ്മ വരും. ചെങ്ങന്നൂർ KSRTC ഡിപ്പോയിൽ നിന്നുമാണ് യാത്ര പുറപ്പെട്ടത്. ആനവണ്ടിയുടെ പള്ള നിറയെ ആൾക്കാർ. ആർക്കും സീറ്റ് കിട്ടുന്നില്ല. മൈജി, എൻ്റെ സ്വന്തം എന്നെ വിളിച്ച് മടിയിലിരുത്തി. തലയോലപ്പറമ്പ് വന്നപ്പോൾ എനിക്കും സീറ്റ് കിട്ടി. ഗുരുവായൂരിൽ ഒരു പഴയ ലോഡ്ജിലാണ് മുറിയെടുത്തത്. പഴയ രീതിയിലുള്ള കതകുകളും ജനലുകളുമെല്ലാം. വാതിൽ 2ആയി തുറക്കുന്നതാണ്. ജനലുകൾക്ക് 4 പാളികളുണ്ട്. ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് ഒന്നും ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആലിൻചുവട്ടിൽ കഴുകൻ്റെ ശില്പമുള്ള ഒരു അമ്പലത്തിൻ്റെ വഴിക്ക് പോയതായി ഓർക്കുന്നു. പിന്നീടുള്ള എൻ്റെ ഓർമ്മകളെ ഞാൻ സൗകര്യപൂർവ്വം പളനിയിലേക്ക് പറിച്ചു നടട്ടെ. പളനി ആണ്ടവനക്ക് ഹരഹരോ ഹരഹര, മൊട്ടയാണ്ടിക്ക് ഹരഹരോ ഹരഹര, എങ്ങും മൊട്ടമയം. മുടി ഉള്ളപ്പോൾ മനുഷ്യർ വ്യത്യസ്ത മുഖഭാവം അല്ലെങ്കിൽ മുഖച്ഛായ തോന്നിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, തല മൊട്ടയടിച്ചു കഴിഞ്ഞാൽ
എങ്ങനെയാണ് വ്യത്യസ്ത രൂപഭാവങ്ങൾ മനുഷ്യന് വരുന്നത്? ഇത് വല്ല നരവംശാസ്ത്രജ്ഞനോടും ചോദിക്കേണ്ടി വരും. എന്നുള്ളത് പിന്നീടാകാം. വിനോദ് ചേട്ടൻ്റെ തല മൊട്ടയടിച്ചിട്ടുണ്ട്. ചേട്ടൻ കാവടിയും എടുക്കുന്നു. 1008 പടികൾ കയറി പളനിമലയുടെ നെറുകയിൽ ചെന്നത് അറിഞ്ഞതേയില്ല. മൊട്ടത്തലയിൽ എല്ലാവരും ചന്ദനം വാരി പൂശിയിട്ടുണ്ട്. കൂടെ യഥേഷ്ടം ഭസ്മവും. പഞ്ചാമൃതത്തെപ്പറ്റി ഓർത്തപ്പോഴേ വായിൽ വെള്ളമൂറുന്നു. പഴനിയിലുള്ള ഒരു അമ്മാളമ്മ ഞങ്ങളുടെ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സ്വാമിയുടെ പരിചയക്കാരിയാണ് അമ്മാളമ്മ. പാലഭിഷേകമോ മറ്റോ ആണെന്ന് തോന്നുന്നു, ശരിയായി ഓർമ്മ വരുന്നില്ല. ഞങ്ങളെല്ലാവരും മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. ഊണ് കഴിച്ചിരുന്നതുകൊണ്ട് എല്ലാവരും പതുക്കെ ഉറക്കം പിടിച്ചു. എന്തോ മഴയും പളനിമലയും പിന്നെ ഞങ്ങൾ ആൺകുട്ടികളുടെ സംഘം, മനോജ് ചേട്ടൻ, വിനോദ് ചേട്ടൻ, തമ്പി, പിന്നെ ഞാനും. ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയിൽ കുളിക്കുന്ന പളനിമല ഒരു അപൂർവ കാഴ്ച. ഏതോ കുരുത്തം കെട്ട നേരത്തെ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. പക്ഷേ ഒഴിച്ച മൂത്രം ചെന്നു വീണത് പാലഭിഷേകം ചെയ്ത കാലിയായിരിക്കുന്ന പാത്രത്തിലായിരുന്നു. അക്ക ഇത് കണ്ടുകൊണ്ട് വന്നു. പോരെ പുകില്. അത് അക്ക കൊച്ചുഗോപാല സ്വാമിയുടെ ചെവിയിലെത്തിച്ചു. ശകാരങ്ങളുടെ പെരുമഴ. അവിടെയും ജി, മൈജി, എൻ്റെ സ്വന്തം ജി രക്ഷയ്ക്കെത്തി. സാരമില്ലെന്നേ, ഒഴിഞ്ഞ പാത്രമല്ലേ. പഴനി ആണ്ടവാ, உங்களுக்கு 2 பொண்டாட்டி எனக்கு தெரியும், வள்ளியும் தெய்வானையும். அவங்க 2 பேருக்குமே நல்ல அழகான மனசு தான். ஜி, மைஜி, என்னோட സ്വന്തം ജി, അവങ്ങൾക്കും നല്ല മനസ്സ്. പഴനിയിൽ നിന്നും ഓർമ്മകൾ ചിറകടിച്ച് പറന്ന് മധുരയിലെത്തി. മധുര മീനാക്ഷി ക്ഷേത്രവും തിരുമല നായ്ക്ക ക്ഷേത്രവും കണ്ടതായി ഓർക്കുന്നു. എന്നാൽ എൻ്റെ ഓർമ്മയിൽ നിറം മങ്ങാതെ തെളിഞ്ഞു നിൽക്കുന്ന, ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഓർമ്മയുണ്ട്. അത് മറ്റൊന്നുമല്ല, തമിഴ് സംസ്കാരത്തിൻ്റെയും സംസ്കൃതിയുടെയും ഒക്കെ ഭാഗമായ തമിഴ് വസ്ത്രധാരണം, തമിഴ് ചേലകൾ അല്ലെങ്കിൽ പുടവകൾ. അതെ, തമിഴിൻ്റെ പ്രത്യേക രീതിയിലുള്ള സാരികൾ. സാവിത്രി അമ്മയും മൈജിയും അങ്ങനത്തെ പലവിധ സാരികൾ വാങ്ങി ഞാൻ ഓർക്കുന്നു. നമ്മൾ സാധാരണ കാണാത്ത പല നിറങ്ങൾ, പല വർണ്ണങ്ങൾ. എൻ്റെ ഓർമ്മകളിൽ അവ ജ്വലിച്ചു നിൽക്കുന്നു. മടക്കയാത്ര എങ്ങനെ, എപ്പോൾ, എവിടെ, ഇല്ല, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ബാക്കിയെല്ലാം ഒരു ശൂന്യം. എൻ്റെ കഥ ജി, മൈജി, എൻ്റെ സ്വന്തം ജി, ബൈജു മല്ലപ്പള്ളിയുടെ മറ്റൊരു കഥ ഇവിടെ വിരാമമിടട്ടെ.